ഇന്നൊരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതാ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം ലഞ്ച് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് ചോറിട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ വെച്ചിട്ടുള്ളൊരു തീയലാണ്. അത് കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മോരൊഴിച്ച് കൊടുത്തു. മോരും തീയലും നല്ല കോമ്പിനേഷനാണ്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ചോറും കൂടെയും ഇട്ട് കൊടുത്തു. അതിൻ്റെ മീതേക്ക് കുറച്ച് വൻപയർ ഉലർത്തിയത് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൻപയറിൻ്റെ കൂടെ തന്നെ കുറച്ച് മോരുകറി ഉണ്ടായിരുന്നു. കുറച്ചൊരു ഏത്തക്കായ മോരുകറി ഉണ്ടായിരുന്നു. അതും സൈഡിൽ കുറച്ചിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. ആ അടപ്പിൻ്റെ മേലേക്ക് ഞാനൊരു പപ്പടം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. പാത്രം ശരിക്ക് ചോറ് പാത്രം അടയ്ക്കുന്ന പോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ണേണ്ട സമയമാകുമ്പം ഏകദേശം 3-4 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ 3-4 മണിക്കൂർ കഴിഞ്ഞപ്പം തുറന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പണി ചെയ്തു. പപ്പടം അത് അവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ ചോറിൻ്റെ കൂടെയൊക്കെ ആക്കി വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പപ്പടം ശരിക്കും തണുത്തിരിക്കും. തണുത്ത പപ്പടം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ആക്കി വെച്ച് കൊടുത്തിരുന്നു പപ്പടം. ഇനിയിപ്പോൾ നമുക്ക് ഈ പപ്പടം ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊക്കെ ചോറുണ്ണാൻ ഇഷ്ടമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അതുപോലെ തന്നെ തണുത്തിരിക്കുന്ന പപ്പടം എല്ലാം കൂട്ടിയിട്ട് ചോറുണ്ണാൻ ഇഷ്ടമുള്ളവരും കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കണേ.